വിഭാസനയുടെ 10ാമത്തെ ദിവസമാണ്. ഗാന്ധി ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് 10 ദിവസത്തെ വിഭാസന കോഴ്സ് ചെയ്യണം. കഴിഞ്ഞ 9 ദിവസം ഫോൺ ഉപയോഗിക്കാനോ ആരോടും സംസാരിക്കാനോ ബുക്ക് വായിക്കാനോ എഴുതാനോ ഒന്നും പറ്റില്ലായിരുന്നു. ഫുൾ ടൈം മെഡിറ്റേഷൻ മാത്രമായിരുന്നു. ഇതാണ് എനിക്ക് കിട്ടിയ മുറി. എല്ലാവർക്കും ഇവിടെ ഓരോ മുറി വീതമാണ്. അതുകൊണ്ട് റൂം ഷെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. റൂമിൽ തന്നെ ബാത്റൂമും ഉണ്ട്. അത്യാവശ്യം നല്ലൊരു മുറിയാണ്. ഒരാൾക്ക് 10 ദിവസം നിൽക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പിന്നെ ഇവിടെ കട്ടിൽ സിമൻറ്റ് കൊണ്ട് കെട്ടിയതാണ്. ക്ലോക്കൊക്കെ ഇവർ തന്നെ തന്നതാണ് കേട്ടോ, അലാറം വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മഴ പെയ്യുമ്പോൾ ചൂടാൻ ഒരു വലിയ കാലൻ കുടയുണ്ട്. ഇതൊക്കെ എല്ലാ റൂമിലും ഉണ്ട്. പിന്നെ ഈ കവറിലായിരുന്നു ഫോണും ആഭരണങ്ങളും പിന്നെ വിലപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇട്ട് വെച്ച് അവരെ ഏൽപ്പിക്കേണ്ടിയിരുന്നത്. ഇന്ന് രാവിലെയാണ് ഇത് തിരിച്ചു കിട്ടിയത്. പിന്നെ ഇവിടെ ഡോറിൻ്റെ പിറകിൽ ടൈം ടേബിൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഈ ടൈം ടേബിൾ പ്രകാരമാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത്. രാവിലെ 4 മണിക്ക് ബെല്ലടിക്കും. അപ്പോൾ എഴുന്നേൽക്കണം. 4:30 റെഡി ആയിട്ട് ധർമ്മ ഹാളിൽ പോകണം. 6:30 വരെ മെഡിറ്റേഷനാണ് കേട്ടോ അവിടെ. 6:30 മുതൽ 7 മണി വരെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാണ്. ഏകദേശം ഒരു ദിവസം 10 മണിക്കൂറിലധികം മെഡിറ്റേഷൻ ഉണ്ട്. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. 25 സ്ത്രീകളും 30 പുരുഷന്മാർക്കും താമസിക്കാനുള്ള സൗകര്യമാണ് ഈ സെൻറ്ററിൽ ഉള്ളത്. അതിൽ സ്ത്രീകളുടെ ഭാഗമാണിത്, പുരുഷന്മാർക്ക് വേറെ ഭാഗത്താണ്. ഇത് ചെറിയൊരു വിഭാസന സെൻ്ററാണ്. ഏകദേശം 1 വർഷമേ ആയിട്ടുള്ളൂ ഈ ഒരു ബിൽഡിംഗ് വന്നിട്ട്. ഏറ്റവും വലിയ വിഭാസന സെൻറ്റർ മുംബൈയിലാണ്. അവിടെ പോകണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ ഞങ്ങളോട് ഛത്തീസ്ഗഡിൽ തന്നെ ചെയ്യാനാണ് പറഞ്ഞത്. ഛത്തീസ്ഗഡിൽ 3 സെൻറ്ററുകളുണ്ട്. അതിൽ ഏറ്റവും വലുത് ദുർഗിലുള്ള സെൻറ്ററാണ്. പിന്നെ ഇത് അബൻപൂർ എന്ന സ്ഥലത്താണ്. 3ാമത്തത് അംബികാപൂരിലാണ്. അവിടെ വലിയ സൗകര്യങ്ങൾ ഇപ്പോഴില്ല. ബിൽഡിംഗ് എല്ലാം പണിത് വരുന്നതേ ഉള്ളൂ. ദുർഗിലാണ് കേട്ടോ ബാക്കി ഫെല്ലോസ് എല്ലാം ചെയ്തത്. ഞാനും ദിൽനയും മാത്രമാണ് ഇവിടെ വിഭാസന ചെയ്യുന്നത്. ഇതാണ് ധർമ്മ ഹാള്. ഇതിനകത്തേക്ക് ക്യാമറയും ഫോണും കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെയാണ് ഞങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഇവിടെയാണ്. ഇതിനകത്ത് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പില്ലോയൊക്കെ ഉണ്ട്. പക്ഷെ എന്തുണ്ട് എന്ന് പറഞ്ഞാലും 10 മണിക്കൂറൊക്കെ ഇരിക്കാന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള ഏർപ്പാടല്ല. പക്ഷേ ബാക്കി ഇവിടെ വന്നവർക്കൊന്നും അതൊന്നും വലിയ പ്രശ്നമല്ല. അവർ ഇത് ചെയ്യാൻ വേണ്ടി സ്വയം തയ്യാറായി വന്നവരാണ്. ഞങ്ങൾ ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ട് മറ്റു മാർഗമില്ലാതെ വന്നതാണ്. അതിൻ്റെ ഒരു വ്യത്യാസമുണ്ടാവും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഹാള്. ഇത്രയും ദിവസം ഇത് കർട്ടൻ വെച്ച് മറച്ച് ഒരു ഭാഗം സ്ത്രീകൾക്കും മറുഭാഗം പുരുഷന്മാർക്കുമായിരുന്നു. ഇന്ന് ലാസ്റ്റ് ദിവസമായതുകൊണ്ടാവും കർട്ടൻ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പഴവും പൊഹയും പായസവുമാണ്. പായസം ഇന്നത്തെ മാത്രം സ്പെഷ്യലാണ്. ഉപ്പുമാവ്, ഇഡലി, പൊഹ ഇതൊക്കെയാണ് കേട്ടോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടുക. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് പോവാണ്. ഇനി 1 മണിക്കൂർ അലക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെയുള്ള സമയമാണ്. വേറെ ഒന്നും ചെയ്യാൻ ഇത്രയും ദിവസം പറ്റില്ലായിരുന്നു. ആരോടും സംസാരിക്കാനോ ചിരിക്കാനോ പാടില്ലായിരുന്നു. പക്ഷേ ഇന്ന് 10ാമത്തെ ദിവസമായതുകൊണ്ട് സംസാരിക്കാം. അതുകൊണ്ട് ഇന്നാണ് എല്ലാവരും പരസ്പരം പരിചയപ്പെടുന്നതും സംസാരിക്കുന്നതും. ഫോണും എല്ലാവർക്കും ഇന്നാണ് കയ്യിൽ കിട്ടിയത്. 1 മണിക്കൂർ റെസ്റ്റിന് ശേഷം 8 മുതൽ 9 മണി വരെ ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലായിട്ടും മെഡിറ്റേഷൻ ആയിരുന്നു. ആ സമയം ഫോണെല്ലാം പുറത്ത് വയ്ക്കണം. 3 മണിക്കൂർ മെഡിറ്റേഷന് ശേഷം 11 മണിക്ക് ലഞ്ച് കിട്ടും. അപ്പോൾ ഡെയിലി ഇത് തന്നെയാണ് കേട്ടോ ലഞ്ചായിട്ട് കിട്ടുന്നത്. സബ്ജി മാത്രം ഇടയ്ക്കൊന്ന് മാറും. ഇത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരത്തെ സ്നാക്സ് അല്ലാതെ വേറെ ഒന്നും കിട്ടില്ല. പിന്നെ ഫുഡ് പിറ്റേന്ന് രാവിലെ 6:30 ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വയറിൻ്റെ ഒരു ഭാഗം എപ്പോഴും ഒഴിഞ്ഞു കിടക്കണം, അത് നിറയാൻ പാടില്ല എന്നൊരു തിയറി വെച്ചിട്ടാണ് ഇവർ ഇങ്ങനെ ഫുഡ് തരുന്നത്. 11:30 ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കാണ് കേട്ടോ പിന്നെ മെഡിറ്റേഷൻ തുടങ്ങുന്നത്. അതുവരെ റെസ്റ്റാണ്. ഇവിടെ നമുക്ക് ഈ 10 ദിവസത്തെ കോഴ്സിന് പൈസയൊന്നും കൊടുക്കേണ്ട, എല്ലാം ഫ്രീ ആണ്. ഭക്ഷണം, താമസം ഒക്കെ ഫ്രീ ആണ്. വേണമെങ്കിൽ ചെറിയൊരു എമൗണ്ടോ അല്ലെങ്കിൽ വലിയ എമൗണ്ടോ നമുക്ക് ഡൊണേഷൻ കൊടുക്കാം. ഇനി ഒന്നും കൊടുത്തില്ലെങ്കിലും അവരൊന്നും പറയില്ല. നമ്മളോട് വന്ന് ചോദിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഇവിടെ നിർബന്ധമായും ഒരു തുക ഡൊണേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എമൗണ്ട് പിന്നീട് ഞങ്ങൾക്ക് റീഇംബേഴ്സ്മെൻറ്റ് ചെയ്തെടുക്കാം. ഒരു 5 വർഷത്തിനുള്ളിൽ ഇവിടെ ഇനിയും ഒരുപാട് ബിൽഡിങ്ങുകൾ വരും. ടോട്ടൽ 120 പേരെയാണ് കേട്ടോ സാധാരണ വിഭാസന സെൻറ്ററുകളിൽ ഒരേ സമയം എടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ 55 പേരെ എടുക്കാനുള്ള സൗകര്യമേ ഉള്ളൂ. എല്ലാ മാസവും 10 ദിവസത്തെ വിഭാസന എല്ലാ സെൻറ്ററുകളിലും ഉണ്ട്. കേരളത്തിലും ഒരുപാട് വിഭാസന സെൻറ്ററുകളുണ്ട്. എല്ലായിടത്തും സെയിം ടൈം ടേബിൾ തന്നെയാണ്. ഇൻഫ്രാസ്ട്രക്ചർ മാത്രമേ മാറുന്നുള്ളൂ.
ഇപ്പോൾ നിലവിൽ 3 സെന്ററുകളാണ് ഛത്തീസ്ഗഡിലുള്ളത്. അത് എല്ലാ ജില്ലയിലേക്കും എന്ന രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ഇവർ നോക്കുന്നത്. ഞങ്ങളുടെ കൂടെ ഒഡീഷയിൽ നിന്നും ബീഹാറിൽ നിന്നും MP-യിൽ നിന്നും വിഭാസനയ്ക്ക് ഇവിടെ വന്നവരുണ്ട്. അവിടെയൊന്നും വിഭാസന സെന്ററുകൾ ഇല്ലാത്തതുകൊണ്ടല്ല, നമുക്ക് എവിടെ പോയി വേണമെങ്കിലും ചെയ്യാലോ. അപ്പോൾ അവർക്ക് കുറച്ച് ദൂരെ പോയി ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഇവിടെ വന്ന് ചെയ്യുന്നതാണ്. ഈ കൂട്ടത്തിൽ 16 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവരുണ്ട് കേട്ടോ. ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഹൗസ് വൈഫ്സ് ഉണ്ട്, ഞങ്ങളെപ്പോലത്തെ ഗാന്ധി ഫെല്ലോസ്, അങ്ങനെ എല്ലാ മേഖലയിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. വന്നിട്ട് ഇന്നാണ് സംസാരിക്കാൻ അനുവാദം കിട്ടിയത്. അതുകൊണ്ട് എല്ലാവരും കൂട്ടം കൂടിയിരുന്ന് പരസ്പരം പരിചയപ്പെടാണ്. ഞാൻ വിഭാസന ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഒരു ദിവസം 10-13 മണിക്കൂർ ഇരിക്കാനും രാത്രി ഭക്ഷണം കഴിക്കാതെ നിൽക്കാനും പറ്റുമെങ്കിൽ വിഭാസന എല്ലാ തിരക്കുകളിൽ നിന്നും മാറി മനസ്സ് ശാന്തമാക്കാൻ നിങ്ങളെ സഹായിക്കും. അല്ലെങ്കിൽ ഓരോ മിനിറ്റും ഓരോ മണിക്കൂർ പോലെയാവും. ഏകദേശം എനിക്ക് അങ്ങനെയായിരുന്നു. എങ്കിലും 10 ദിവസം ഞാൻ പൂർത്തിയാക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗാന്ധി ഫെല്ലോഷിപ്പിന് വന്നപ്പോൾ തൊട്ട് എൻ്റെ ഏറ്റവും വലിയ പേടിയായിരുന്നു വിഭാസനയ്ക്ക് പോകുന്നത്. എനിക്കിത് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പക്ഷേ ഞാൻ പൂർത്തിയാക്കി. കൃത്യം 1 മണിക്ക് മെഡിറ്റേഷൻ ആരംഭിച്ചാൽ വൈകുന്നേരം 5 മണിക്കാണ് അത് തീരുക. 4 മണിക്കൂർ ഒറ്റ ഇരിപ്പാണ്. വൈകുന്നേരം സ്നാക്സ് ആയിട്ട് ഈ പൊരിയും പഴവുമാണ് കിട്ടുന്നത്. ഡെയിലി ഇതുതന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എന്തെങ്കിലും മാറ്റം ഉണ്ടാവും, പക്ഷേ ഈവനിങ് ഇതാണ്. ഇത് കഴിഞ്ഞാൽ നാളെ രാവിലെ 6:30 ഫുഡ് കിട്ടുക. ആദ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു. രാത്രിയാവുമ്പോൾ വിശന്ന് കത്തും. പിന്നെ വെള്ളം കുടിച്ച് പിടിച്ചു നിൽക്കാം എന്നല്ലാതെ വേറെ മാർഗമില്ല. 5:30 മുതൽ 6 മണി വരെ അരമണിക്കൂർ റെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞാൽ 6 മുതൽ 7 മണി വരെ ഗ്രൂപ്പ് മെഡിറ്റേഷൻ ആണ്. പിന്നെ 7 മുതൽ 7:30 വരെ SN ഗോയികയുടെ 1.5 മണിക്കൂർ റെക്കോർഡഡ് വീഡിയോ പ്ലേ ചെയ്യും. പിന്നെ മെഡിറ്റേഷൻ കഴിഞ്ഞ് രാത്രി 9:30 റൂമിൽ പോയി 10 മണിക്ക് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തോടു കൂടി വിഭാസന കഴിഞ്ഞു. ഇനി നാളെ രാവിലെ 8 മണിയോടെ തിരിച്ചു പോകണം. അപ്പോൾ ഞാൻ പോയി ഉറങ്ങട്ടെ. നാളെയും 4 മണിക്ക് എഴുന്നേൽക്കാനുള്ളതാണ്. ബൈ ബൈ.